കാലഘട്ടങ്ങൾ പലതും മാറിപ്പോയി. ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് ഒരുപാട് പേര് നമുക്ക് സുഹൃത്തുക്കളായുണ്ടെങ്കിലും ആരുമില്ലാത്ത ഒരവസ്ഥയാണ്. നമുക്കറിയാം, ഇന്ന് ഇൻസ്റ്റഗ്രാമിലാണ് ഏകദേശം യങ്സ്റ്റേഴ്സ് എല്ലാവരും അവരുടെ ലൈഫ് തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതൊക്കെ ഇൻസ്റ്റഗ്രാമിലാണ്. ഒരുപാട് ഫോളോവേഴ്സിനെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരാവശ്യഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്ന ഫോളോവേഴ്സിനെ പലപ്പോഴും കാണാറില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മളിടുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളിടുന്ന പാട്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കരച്ചിലിന്റെ സമയത്ത് നമ്മുടെ കണ്ണ് തുടയ്ക്കാൻ ആരും ഉണ്ടാകത്തില്ല. നമ്മൾ ചിരിക്കുമ്പോൾ ഒരുപാട് കൂടെ ചിരിച്ച് നമ്മളോടുകൂടി യഥാർത്ഥമായ സ്നേഹം പങ്കിടാൻ ആരുമില്ല. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ സംഭവിക്കുന്നത്. ഇന്ന് മനുഷ്യന്റെ ലൈഫിൽ സംഭവിക്കുന്നത്. എന്നാൽ ഒരുവനുണ്ട്. ബൈബിളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു? 100 ആടുകളുണ്ടായിരുന്ന ഒരു ഇടയൻ. ഒരു ദിവസം നോക്കുമ്പോൾ, വൈകുന്നേരം നോക്കുമ്പോൾ 100 ആടില്ല, ഒരെണ്ണം മിസ്സായി. അദ്ദേഹം 99നെയും അവിടെ വെച്ചിട്ട് അവിടെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് ഒന്നിനെ തേടി നടന്നു. ഒരുപാട് ദൂരം സഞ്ചരിച്ചു, കണ്ടില്ല. വീണ്ടും സഞ്ചരിച്ചു, കണ്ടില്ല. മടുത്തു പോകാതെ വീണ്ടും 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 സഞ്ചരിച്ചു. അവസാനം ഇടയന്റെ ശബ്ദം കേട്ടിട്ട് ആട് മെല്ലെ കരയാൻ തുടങ്ങി. കുടുങ്ങിക്കിടന്ന, തിരിച്ചു വരാൻ വഴി അറിയാതെ സ്വന്തം മേച്ചിൽപ്പുറം തേടിപ്പോയ ആട് അവസാനം ഇടയന്റെ ശബ്ദത്തോട് പ്രതികരിച്ചു. ഇടയൻ ആ കുഞ്ഞാടിന്റെ ശബ്ദം കേട്ട ഉടനെ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് കടന്നു വന്ന് ആ കുഞ്ഞിനെ എടുത്ത് തോളത്തോട്ട് വെച്ചു. സത്യം പറഞ്ഞാൽ, തെറ്റിപ്പോയ വഴികളിൽ കാണുമ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും നമ്മുടെ വാക്ക് കേൾക്കാണ്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവനെവിടെയും വീണ് കഴിഞ്ഞാൽ നിനക്കത് വേണോടാന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ വഴക്ക് പറയും. പക്ഷേ ഇടയൻ ആ ആടിനെ ഒന്നും ചെയ്തില്ല. മറിച്ച് കണ്ടുകിട്ടിയതിൽ സന്തോഷപൂർവ്വം അതിനെടുത്ത് തോളത്ത് വെച്ചു. എന്നിട്ട് അദ്ദേഹം കൂട്ടുകാരോടുകൂടി സന്തോഷിച്ചു. കാണാതെ പോയതിനെ കണ്ടുകിട്ടിയതിൽ സന്തോഷിച്ചു. ഇതാണ് സ്നേഹം. ഈ സ്നേഹം കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശു കർത്താവ് കാണിച്ചു തന്നു. കാൽവറി ക്രൂസ് എന്ന് പറയുമ്പോൾ രക്തം വാർന്ന് ഇഞ്ചിഞ്ചായി നമുക്ക് വേണ്ടി മരിച്ച യേശു കർത്താവ് തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിച്ചു. ഞാൻ ഇത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ന് അതുകൊണ്ട് ആരുമില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളെ ഹൃദയം കൊണ്ടൊന്ന് വിളിക്കാമോ? എൻ്റെ യേശുവേ. നിങ്ങളുടെ തൊട്ടരികിൽ വരും. കാരണം ആ കുഞ്ഞാട് കരഞ്ഞപ്പോൾ ആ ശബ്ദം കേട്ട് ഇടയൻ വന്നെങ്കിൽ നമ്മളുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് അടുത്ത് വരുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ആരുമില്ലാതെയില്ല, നിങ്ങളുടെ കൂടെ യേശു കർത്താവുണ്ട്.